നമസ്കാരം. അപ്പം ഇന്ന് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടാണ് അജന്ത കേവ്സ്. അപ്പം ഇവിടെ നമുക്ക് ഒരു കേവിൻ്റെ ഒരു സമൂഹത്തെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. 2000 വർഷം മുമ്പ് പണിത ഈ കേവാണ് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. അപ്പം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കേവ്സും ഉണ്ട്, ലെസ് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കേവ്സും ഉണ്ട്. ഒരു ബുക്കുണ്ടായിരുന്നു, നമ്മൾ ആ ഗൈഡ് ഒരു ബുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ബുക്ക് അനുസരിച്ചാണ് നമ്മൾ കേവുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വഴിയെല്ലാം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട്, കണ്ടില്ലേ? ഇതിൽ ചിലതൊക്കെ മെഡിറ്റേഷൻ ഹോൾസാണ്. അപ്പം ഈ മെഡിറ്റേഷൻ ഹോൾസിൽ കുറച്ച് എക്കോ കൂടുതലുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം മന്ത്രം ഒക്കെ ഉച്ചരിക്കുന്ന സമയത്ത് അത് ഒരു ഭയങ്കര ഒരു എഫക്റ്റായിരിക്കും. താഴെ ഒരു ചെറിയ സ്ട്രീമുണ്ട്, കണ്ടോ? ഇത് ഒരു മെഡിറ്റേഷൻ ഹോളാണ്. കേവ്സിനുള്ളിലേക്ക് ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട്. നമ്മൾ ഓരോ കേവിലും 100 രൂപ കൊടുത്താലാണ് ആ കേവിൽ സ്റ്റോറീസ് നമുക്ക് ഗൈഡ്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. അജന്ത കേവിനേക്കാളും വലിയതാണ് എല്ലോറ കേവ് എന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പം ഇവിടെ അജന്ത കേവിൽ നമുക്ക് ബുദ്ധസാണ് കൂടുതൽ. പിന്നെ ഇടയ്ക്ക് ശിവൻ്റെയും പാർവതിയുടെയും ഗണപതിയുടെയും ഒക്കെ ഇമേജസും കാണാൻ പറ്റും ഇവിടെ. അങ്ങനെ അതുപോലെ എല്ലോറ കേവ്സിനകത്ത് ഒരു കൈലാഷ് ടെമ്പിളുണ്ട്. ആ ടെമ്പിളിൻ്റെ ആ ഒരു ഇമേജാണ് നമ്മൾ ഈ 20 രൂപയുടെ നോട്ടിൽ ഈ കൈലാഷ് ടെമ്പിളിൻ്റെ ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. വേൾഡ് ഹെറിറ്റേജ് സെൻ്ററാണ് അജന്ത കേവ്, അതുപോലെ എല്ലോറ കേവ്. 30ഓളം കേവ്സ് ഉണ്ട്. ഓരോന്നും നമ്മൾ കയറി ഇറങ്ങി ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ചിലതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കേവ്സാണ്. പക്ഷെ ബുദ്ധൻ്റെ പ്രീവിയസ് ജന്മം ബോധിസത്വമായിരുന്ന സമയത്തുള്ള ജാതക ടൈൽസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റോറീസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെ ഓരോ സ്റ്റോറീസും ഒക്കെയാണ് ഇവിടെ ഓരോരുത്തരും നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ 9, 10, 16, 17, 19, 26, 29 ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള മെഡിറ്റേഷൻ ഹോൾസ്. അതിനെന്തോ ഒരു പേര്, ഒരു ബുക്ക് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് എല്ലാ സ്റ്റോറീസും ഉണ്ട്. അല്ലാതെ ഇവിടെ ഗൈഡ്സും അവൈലബിൾ ആണ്, ഗൈഡുകളും അവൈലബിൾ ആണ്. നമ്മളൊരു ബുക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഓരോ കേവിലും ചെന്ന് ആ ബുക്കിൽ നോക്കി അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയാണ് നമ്മൾ. അതിനകത്ത് വീഡിയോ എടുക്കുന്ന പോസിബിൾ അല്ല, സോ ഫോട്ടോസ് മാത്രമേ എടുക്കാൻ പറ്റൂ. നമ്മൾ ശരിക്കും റെയിൻകോട്ടൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത്. പക്ഷെ ഇവിടെ ഭയങ്കര ചൂടാണ്, ശരിക്കും എക്സോസ്റ്റഡ് ആവും. കാരണം ഒന്നാമത് നല്ല ഈ വെർട്ടിക്കലായിട്ടുള്ള സ്റ്റെപ്സും കുറേ 30ഓളം കേവ്സും അല്ലാതെ എല്ലാ കേവിനും അതിൻ്റെതായിട്ടുള്ള നിറയെ സ്റ്റോറീസ് ഉണ്ട്. അത് അറിഞ്ഞിട്ട് കയറിയാൽ നമുക്ക് വല്ലതും മനസ്സിലാവും.